അങ്ങനെയിരിക്കെ RSS തലവൻ മോഹൻ ഭാഗവത് ന്യൂയോർക്കിലെത്തി. അന്ന് ന്യൂയോർക്കിൻ്റെ മേയർ ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനിയാണ്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മോഹൻ ഭാഗവത്തിൻ്റെ സന്ദർശനം. യൂണിവേഴ്സൽ വൺനെസ് എന്നൊരു തലക്കെട്ടിൽ അവിടെ പ്രവാസി ഇന്ത്യക്കാർ 5000-ഓളം പ്രവാസി ഇന്ത്യക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിക്കെതിരെ അമേരിക്കയുടെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുന്ന പശ്ചാത്തലത്തിലാണ് മേയർ സൊഹ്റാൻ മംദാനിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ കുറിച്ച് കേട്ടാണ് താൻ വളർന്നത്. ഇത് ബഹുസ്വരതയുടെ മതനിരപേക്ഷതയുടെ ഇന്ത്യയെ കേട്ട് വളർന്ന ഒരാളാണ് താൻ. പക്ഷേ പിൽക്കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുകയും മറ്റു വിഭാഗങ്ങളെയൊക്കെ പുറത്താക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അതെല്ലാ അർത്ഥത്തിലും എതിർക്കേണ്ടതാണ്. പക്ഷേ ഈ പരിപാടിക്ക് അതിന് അനുമതിയുണ്ട്, അത് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആ പരിപാടിയോട് അല്ലെങ്കിൽ RSSൻ്റെ നയങ്ങളോട് പ്രത്യയശാസ്ത്രങ്ങളോടുള്ളൊരു എതിർപ്പ് സൊഹ്റാൻ മംദാനി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മോഹൻ ഭാഗവത്തിൻ്റെ ന്യൂയോർക്ക് സന്ദർശനത്തെ സൊഹ്റാൻ മംദാനിയുടെ പ്രതികരണത്തിന് എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സാഹിബ്, ഇപ്പോൾ മോഹൻ ഭാഗവത് അമേരിക്കയിൽ എത്തുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സന്ദർശിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയൊരു സ്വീകരണമായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സൊഹ്റാൻ മംദാനി മേയറായിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് സൊഹ്റാൻ മംദാനി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ പരിപാടി നടത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പരിപാടിയെയും ഈ മംദാനിയുടെ പ്രതികരണത്തെയും കാണേണ്ടത്? സൈഫ്, ഇതിലെ മംദാനിയുടെ പ്രതികരണം അല്ല ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങരുടെ മോഹൻ ഭാഗവതിൻ്റെ അമേരിക്കൻ സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ട അന്ന് മുതൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും റെസ്പോൺസുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു 17-day ടൂറാണ്. അമേരിക്ക, US, കാനഡ, UK ഈ 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന RSSൻ്റെ ഈ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള റീച്ച് ഔട്ട് പ്രോഗ്രാം, ഡയസ്പൊറ റീച്ച് ഔട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ 17 ദിവസത്തെ ടൂർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുമ്പ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് ഈ ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ റിലീജിയസ് ഫ്രീഡം, USCIRF എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. അവരുടെ ഒരു റിപ്പോർട്ട് അവരെല്ലാ വർഷവും റിലീജിയസ് ഫ്രീഡം, വിവിധ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൽ ഇത്തവണത്തെ റിപ്പോർട്ടിലും ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള കൺസേൺസ് അവർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിൽ RSSനും RSS അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുള്ള പങ്കിനെക്കുറിച്ചും ഈ റിപ്പോർട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സംഘടനകൾക്കും സാങ്ഷൻ ഏർപ്പെടുത്തണം, ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു റെക്കമെൻഡേഷനും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൗൺസിൽ ഫോർ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അവർ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ USCIRFൻ്റെ റെക്കമെൻഡേഷൻസിന് അതിന് ലീഗൽ വെയിറ്റ് ഇല്ല, അതൊരു അഡ്വൈസറി മാത്രമാണ്. അമേരിക്കൻ നിയമപ്രകാരം അതൊരു അഡ്വൈസറി മാത്രമാണ്, അതിന് ഏതെങ്കിലും നിയമപരമായിട്ടുള്ള സാധുതയില്ല. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ RSSനും അനുബന്ധ സംഘടനകൾക്കുമെതിരെ, RSSുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കുമെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ആവശ്യം, ഡിമാൻഡ് അമേരിക്കൻ സൊസൈറ്റിയിൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ അതിങ്ങനെ നിലനിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം കൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള വിമർശനങ്ങൾ വളരെയധികം ശക്തമായി. ഈ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സംഘടന, അതേപോലെ അമേരിക്കൻ ഇന്ത്യൻ മുസ്ലിം കൗൺസിൽ എന്ന് പറയുന്ന സംഘടന, കൗൺസിൽ ഫോർ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എന്ന് പറയുന്ന കെയർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കസി ഗ്രൂപ്പാണ് അവിടെയുള്ള. അവരെല്ലാം ഈ നിലക്കുള്ള ക്യാമ്പയിൻസ്, ഇദ്ദേഹം ഇവിടെ വരുന്നത് ശരിയല്ല, അമേരിക്കൻ ഇഥോസിനും അമേരിക്കൻ മൂല്യങ്ങൾക്കും നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളാണ്, അങ്ങേർക്ക് അമേരിക്കൻ മണ്ണിൽ സ്ഥാനമുണ്ടാകരുത് എന്ന നിലക്കുള്ള ക്യാമ്പയിനുകൾ അവർ ചെയ്യുന്നുണ്ട്. 1000 പേർ ഒപ്പിട്ട ഒരു കത്ത്, ഇദ്ദേഹത്തിന് സന്ദർശനാനുമതി നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1000 പ്രധാനപ്പെട്ട വ്യക്തികൾ ഒപ്പിട്ട ഒരു കത്ത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഒരു 1.5 ആഴ്ച മുമ്പ്. അപ്പോൾ ആ നിലക്ക് മോഹൻ ഭാഗവതിൻ്റെ സന്ദർശനം, RSSൻ്റെ പ്രവർത്തനങ്ങൾ, ഇവയെക്കുറിച്ച് അമേരിക്കൻ സമൂഹത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ ഇൻ്റലക്ച്വൽസിനിടയിലും എലീറ്റ്സിനിടയിലും വലിയ തോതിലുള്ള ഡിബേറ്റും അതിനെതിരായിട്ടുള്ള വികാരവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളൊരു ട്യൂസ്ഡേ വന്നിട്ടുള്ള പ്രതികരണമാണ് മംദാനിയുടെ, സൊഹ്റാൻ മംദാനിയുടെ.
അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ ഞാൻ ഒരു ഇന്ത്യക്കാരിയുടെ മകനാണ്, ഇന്ത്യയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം നല്ല കാര്യങ്ങളാണ്, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്നുള്ള നിലക്കാണ് ഇന്ത്യയെ കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയല്ല, ഒരു എക്സ്ക്ലൂഷണറി നാച്ചർ ഉള്ള ഒരു സംഘടനയാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഡിവിസീവായിട്ടുള്ള പോളിസിയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. RSSൻ്റെ തലവൻ ന്യൂയോർക്കിൽ വന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ട്രബിളിങ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു പ്രൈവറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പെട്ടതല്ല, എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു ട്രബിളിങ് സംഗതിയാണ്. RSS എന്ന് പറയുന്നത് ഡിവൈസീവ് പോളിസിയായിട്ട് നടക്കുന്ന സംഘടനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സഹ്റാൻ മംദാനി ഇതിനകത്ത് കമൻറ്റ് ചെയ്തതോടുകൂടി ആ ഒരു ഡിബേറ്റ് എഗൻ വർദ്ധിച്ചു. അതിൽ നമ്മൾ കാണേണ്ട കാര്യം, RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും RSS ഇന്ത്യയിൽ നമുക്കറിയാം അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രൊപ്പഗൻഡ മെഷീനറി, അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഇന്ത്യയിലെ വലിയ മീഡിയ എൻ്റർപ്രൈസ്, ഇതെല്ലാം കൂടി RSSനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും സാർവദേശീയ തലത്തിൽ RSSനെ കുറിച്ചിട്ടുള്ള ധാരണ നേരത്തെ ഉള്ളതിനേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. RSSന് ഇപ്പോഴും അവർ ഇന്ത്യയിൽ പെയിൻ്റ് അടിച്ചിട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ ഇമേജ് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും RSS എന്നൊരു ഭീകര സംഘടനയാണ്, ഒരു ഡിവേഴ്സീവ് ഓർഗനൈസേഷനാണ് എന്ന ചിത്രം തന്നെയാണ് സാർവദേശീയ സമൂഹത്തിലുള്ളത്, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളത്. അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. അപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ സന്ദർശനം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് RSSൻ്റെ ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാമാണ്, ഒരു പബ്ലിക് റിലേഷൻ പ്രോഗ്രാമാണ്. അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിലേറ്റവും വലിയ തമാശ. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു കാനഡയിലേക്ക് പോകുമ്പോൾ ഇതിലും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവും. കാരണം കാനഡയിൽ നേരത്തെ തന്നെ ഈ സിഖ് സംഘടനകൾ ഇന്ത്യ ഈ RSSൻ്റെയും BJPയുടെയും നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. UK-യിൽ ഇതേക്കാൾ വോക്കലായുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരർത്ഥത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന ഒരു നിലയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന അഡ്വക്കസി ഗ്രൂപ്പുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനുകൾ അവരുടെ ഈ ഇത്തരത്തിൽ സാങ്ഷൻ RSS എന്ന് പറയുന്ന അജണ്ടയുമായിട്ട് ആ ഒരു മുദ്രാവാക്യം ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും UK-യും ഏതാണ്ട് 10 വർഷത്തിലേറെക്കാലം അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റുന്നില്ല, വിസ നിഷേധിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് വിസ മാത്രമല്ല, സാധാരണഗതിയുള്ള ടൂറിസ്റ്റ് വിസ പോലും നിഷേധിച്ചു. എന്താ കാരണം? അമേരിക്കയിൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 212 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ ഇത്തരം റിലീജിയസ് ഫ്രീഡം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായുള്ള ആളുകൾക്ക് വിസ അനുവദിക്കരുതെന്ന് അവിടുത്തെ ഒരു ദേശീയ നിയമം, ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം നിഷേധിച്ചത്. സമാനമായ കേസ് തന്നെയാണ് ഭാഗവതിൻ്റെ കാര്യത്തിലും എന്നുള്ളതാണ് അവിടെ ഈ പ്രചാരണം നടത്തുന്ന സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് ഭാഗവതിൻ്റെ വിസ നിഷേധിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഏതായാലും അദ്ദേഹം അവിടെ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞു. ശനിയാഴ്ചയാണ് ന്യൂയോർക്ക് മാഡിസൺ സ്ക്വയറിലെ പരിപാടി. പിന്നെ ഉള്ളത് കൂടുതലും ഇൻഡോർ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ട മീറ്റപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ ഉദ്ദേശിച്ചത്, അതിന് വിപരീത ഫലം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അജിംസ്, എന്തുകൊണ്ടാണ് RSS തലവൻ അമേരിക്കയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ന്യൂയോർക്കിലെത്തുമ്പോൾ ഇത്രയധികം എതിർപ്പുകൾ ഉയരുന്നത്? ഇത് ആദ്യമായിട്ടല്ല മോഹൻ ഭാഗവത് അമേരിക്കയിൽ പോകുന്നത്. 2017 അദ്ദേഹം പോയിരുന്നു. അന്ന് അദ്ദേഹം സർസംഘചാലക് തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഇത് വലിയ തോതിലുള്ള ഒച്ചപ്പാടുണ്ടാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം RSS അതൊരു ഇന്ത്യൻ സംഘടനയാണ്. ഇന്ത്യൻ സംഘടന എന്ന് മാത്രമല്ല, ഇന്ത്യൻ ദേശീയതയെ മുൻനിർത്തുന്ന സംഘടനയാണ്. അവർക്ക് വേറെ എവിടെയും അവർക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അതിനൊരു ഗ്ലോബൽ വിങ് ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു സംഘടന അമേരിക്കൻ കോൺഗ്രസ്സിൽ ലോബിയിങ് നടത്തിയെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ വർഷമാണ് പുറത്തു വന്നത്. അപ്പോൾ ലോബിയിങ് അമേരിക്കയിൽ അനുവദനീയമാണ്, നിയമപരമായിട്ട് അനുവദനീയമാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സംഘടന അമേരിക്കയിൽ വന്ന് ലോബിയിങ് നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അന്ന് ഉയർന്നത്. അവരുടെ താല്പര്യം എന്താണ്, അവിടെ ലോബിയിങ് നടത്തേണ്ട താല്പര്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ലോബിയിങ് നടത്തുന്നത് തുടങ്ങിയ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതേ തുടർന്നുള്ള ഡിബേറ്റിലാണ് RSSൻ്റെ അമേരിക്കൻ ഓഫ് ഷൂട്ടായിട്ടുള്ള HSS, ഹിന്ദു സേവാ സമിതി എന്ന് പറയുന്ന, അത് RSS തന്നെയാണ്, അവർ അമേരിക്കയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെ പേരിട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. അവരെന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഫണ്ട് കളക്ഷൻ എന്താണ്, അമേരിക്കയിൽ നിന്ന് അവർ എത്ര പണം കളക്ട് ചെയ്യുന്നുണ്ട്, അതാരാണ് കളക്ട് ചെയ്യുന്നത്, അവരെങ്ങോട്ടാണ് അയക്കുന്നത്, എന്ത് പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ട മൗലികമായ ചോദ്യം. അതാണ് ഇവർ ഈ കളക്ട് ചെയ്യുന്ന പണം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇപ്പോൾ ഈ റിലീജിയസ് കമ്മീഷൻ കോട്ട് ചെയ്യുന്നത്. അവർ കോട്ട് ചെയ്ത് ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ടാക്സ് പേഴ്സിൻ്റെ പൈസ
ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ഇന്ത്യയിൽ അവരത് ഉപയോഗിക്കുന്നത് അവിടുത്തെ മൈനോറിറ്റീസിനെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ്, ഒപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൂടാതെ ഒരു റൈറ്റ് വിങ് സംഘടന, ഒരു ഇന്ത്യൻ സംഘടന എന്തിനാണ് അമേരിക്കൻ കോൺഗ്രസിനെ ലോബിങ് നടത്താൻ വേണ്ടി പണം ചെലവഴിച്ചത്? ആ പണം ചെലവഴിച്ചതിന് വിവരങ്ങൾ പുറത്തു വന്നതാണ്, അത് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇത്തവണ എന്ത് ചെയ്യുന്നത്, അവരെ സാങ്ഷൻ ചെയ്യണം, ആ പരിപാടി അനുവദിക്കാനേ പാടില്ല എന്ന് പറയുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണ അവർ ഈ പരിപാടി നടത്തുന്ന HSSൻ്റെ പേരിലല്ല, HSSൻ്റെ ലെവലിലല്ല, അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡയലോഗ് എന്ന് പറഞ്ഞൊരു പുതിയ സംഘടന കഴിഞ്ഞ മാസം ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലാണ് പരിപാടി നടന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം HSSൻ്റെ പേരിൽ നടത്തി കഴിഞ്ഞാൽ ലീഗലി ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. കാരണം ഈ പറയുന്ന ലോബിയിങ് അറ്റംപ്റ്റ് പുറത്തു വന്ന വിവരങ്ങളാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ സംഘടന ഉണ്ടാക്കി. സംഘടന അവരൊക്കെ തന്നെ HSSകാർ തന്നെ. അപ്പോൾ അത് രസകരമായ ഒരു കാര്യം, ഇതിന് ഫണ്ട് റേസ് ചെയ്യുന്നയാൾ നിയമപരമായ ഫണ്ട് റേസ് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല, ലീഗൽ തന്നെയാണ്. പക്ഷേ ഫണ്ട് റേസ് ചെയ്യുന്ന ആരാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്ത് വിടുക. ട്രാൻസ്പെറൻസി കൂടുതലാണ് അമേരിക്കയിൽ, ഇന്ത്യയിൽ PMKR ഫണ്ട് പോലെയല്ല. അവിടെ പണം പിരിച്ചതും പണം അയച്ചതൊക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരണം. ഈ പണം പിരിക്കുന്ന ആൾ ഒരു യോഗ ഇൻസ്ട്രക്ടറാണ് അവിടെ. അപ്പോൾ അയാൾ ഒരു വർഷം ട്രാവൽ ചെയ്യുന്നത് 100-110 രാജ്യങ്ങളിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് അമേരിക്കയിൽ ഇയാൾക്ക് വേണ്ടി ഫണ്ട്, കാരണം അയാളുടെ വരുമാനം, ഒരു യോഗ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ അയാൾ വളരെ അണ്ടർപെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ വരുമാനവും അയാൾ കളക്ട് ചെയ്യുന്ന പണവും അയാൾ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളും വലുതാണ് എന്നാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വളരെ സസ്പീഷ്യസ് ആയ ഒരു സംഘടനയാണ്. ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കരുത്, അവർക്കൊരു തരത്തിലുള്ള ഫുട് പ്രിൻറ്റും അമേരിക്കയിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ RSSനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന സംഘടനകളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇനി അവർ കാനഡയിൽ പോവും, UK പോവും, ഈ സ്ഥലങ്ങളിലെല്ലാം RSS ചീഫിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. അമേരിക്കയിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അമേരിക്കയിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായേക്കാം. ഇപ്പോൾ ഈ കുറേയധികം സംഘടനകളുടെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ UK കാനഡ അതുപോലെയല്ല. ഇപ്പോൾ UK മോദി പോകുമ്പോൾ തന്നെ, മോദി പ്രധാനമന്ത്രിയായി ഉടനെ നടത്തിയ ആദ്യത്തെ UK യാത്രയിൽ തന്നെ അവിടുത്തെ ലെഫ്റ്റ് വിങ് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ നടത്തിയിരുന്നു. നേരത്തെ ദിവസം പറഞ്ഞ പോലെ കാനഡയിൽ സിഖ് രാഷ്ട്രീയം ശക്തമാണ്. സിഖ് സംഘടനകൾ എന്തായാലും പ്രൊട്ടസ്റ്റ് നടത്തും. അപ്പോൾ RSSൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ലോകം മുഴുവൻ RSS അടിപൊളിയാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല സംഘടനയാണ്, വസുധൈവ കുടുംബകമാണ്, ലോകം മുഴുവൻ ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നു, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആപ്തവാക്യങ്ങളുണ്ടല്ലോ, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്തവാക്യം. ഈ ആപ്തവാക്യം മാഡിസൺ സ്ക്വയറിൽ ഇവന്റിന്റെ പേര് തന്നെ യൂണിവേഴ്സൽ വൺനെസ്. അത് ഈ HSSൻ്റെ മോട്ടോയാണ്. അതായത് HSS അല്ല ഈ പരിപാടി നടത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുതിയ സംഘടന ഉണ്ടാക്കിയത്. പക്ഷേ ഈ മോട്ടോ അവരെന്ത് ചെയ്യുന്നു, ഈ പരിപാടിക്ക് ഉപയോഗിക്കുന്ന ഒരു രസകരമായ കൗതുകം കൂടി ഉണ്ട് അതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആപ്തവാക്യങ്ങൾ, അതായത് മോഹൻ ഭഗവത് ഇടയ്ക്ക് പബ്ലിക് ഫോറത്തിലൊക്കെ പ്രസംഗിക്കുന്ന ചില ആപ്തവാക്യങ്ങളുണ്ടല്ലോ, വിഭജനം പാടില്ല, എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്, അങ്ങനെയാണല്ലോ പറയുക, എല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദു ഒരു മതമല്ല, അത് കൾച്ചറാണ്, അത് ഭയങ്കര ട്രഡീഷനാണ്, അത് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ഭാരതം അതിൻ്റെ ഒരു പരമവൈഭവം കൊണ്ട് ലോകത്തിന് മാർഗദർശിയാകുന്ന സംസ്കാരമാണെന്നുള്ള സ്ഥിരം ടെക്സ്റ്റ് ബുക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. RSSനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദർശനത്തിൻ്റെ ലക്ഷ്യം 100ാം വാർഷികം മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ കഴിഞ്ഞ വർഷം പുറത്തു വന്ന ലോബിയിങ് അറ്റംപ്റ്റ്, അമേരിക്കയിലുണ്ടായ ലോബിയിങ് അറ്റംപ്റ്റ് എക്സ്പോസ്ഡ് ആയതോടുകൂടി ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സന്ദർശനം. പക്ഷേ ഇതിലൊരു രസകരമായ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ RSSൻ്റെ ഉൽപ്പന്നമാണ് എന്ന വിവരം ഈ ഗ്ലോബൽ സ്റ്റേജിൽ പലർക്കും അറിയില്ല. അവർ നോക്കുമ്പോൾ ഒരു നാഷണലിസ്റ്റ് ലീഡർ, ഒരു റൈറ്റ് വിങ് ലീഡർ, ഭാരതീയ ജനതാ പാർട്ടി, ഇത്രയൊക്കെയാണ് അറിയുക. അപ്പോൾ RSSനെ പറ്റി കുറേ കൂടി അക്കാഡമിക് ആയിട്ടുള്ള വിവരങ്ങൾ എന്തുണ്ട്, ലോകവേദികളിലുണ്ട്. ഈ മോദി തന്നെ RSSകാരനാണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഇന്ത്യയിലെ RSSനെ കുറിച്ചും BJP കുറിച്ചുള്ള ഒട്ടുമിക്ക ആർട്ടിക്കിളുകളിലും പഠനങ്ങളിലും ആദ്യം പറയുന്നത് നരേന്ദ്രമോദി ഈസ് എ BJP മാൻ ആൻഡ് കമ്മിങ് ഫ്രം RSS എന്നുള്ളതാണ്. ഈ RSS ആണ് BJP RSSൻ്റെ ഉപോൽപ്പന്നമാണ് എന്ന ഒരു വിവരമുണ്ടല്ലോ, ആ വിവരം കുറേ കൂടി എക്സ്പോസ്ഡ് ആവും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോദിയുടെ ആളാണ്, മോദിയുടെ ഉസ്താദാണ് ഈ വന്ന് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന വിവരമാണ് ഏറ്റവും പ്രധാനമായിട്ടും വരിക. അതുണ്ടാക്കുന്നൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള എതിർപ്പുകളുണ്ട്, വലിയ വിമർശനങ്ങളുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ലോകവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 140 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് മോദിയെ ലോക നേതാക്കൾ കാണുക. അദ്ദേഹം വരുന്ന സ്കൂള് ഈ പറയുന്ന സ്കൂളിൽ നിന്നാണ്,
അതായത് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഈ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇതേ സ്കൂളിൻ്റെ ഉപോൽപ്പന്നമാണ് മോദി എന്ന് പറയുന്നത്, അത് മോദിക്ക് മാത്രമല്ല പ്രശ്നമാവുക, അത് മൊത്തം ഇന്ത്യക്ക് തന്നെ ഒരു എന്താണ് ഒരു ഇമേജ് നഷ്ടമാണ്. അങ്ങനെ ഒരാളാണ് ഈ പ്രധാനമന്ത്രി എന്ന് വരും. യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് RSS ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ഗുഡ് വിൽ ഉണ്ടാക്കുക അമേരിക്കയിൽ എന്നുള്ളതാണ്. പക്ഷെ അത് കുറച്ചുകൂടി കൂടുതൽ വിവാദങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കും പോകുന്നതാണ് തോന്നുന്നത്. യെസ്. അപ്പോൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുറെ കൂടി ഇന്ത്യക്ക് പുറത്ത് സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു യാത്ര. പക്ഷേ വിപരീത ഫലമാണ് ചെയ്യുന്നതെന്ന് മാത്രം.